ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഇംഗ്ലീഷ് ഭാഷയുടെ ഫാമിലീസിനെ കുറിച്ച്, അല്ലേ? കുടുംബങ്ങളെ കുറിച്ച്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അടിത്തറ. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫൗണ്ടേഷനോ അടിത്തറയോ? അതാരാ? അത് വേറെ ആരുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഈസ് എം ആർ. എന്താണ് ഈസ് എം ആർ? എന്തുകൊണ്ടാണ് ഈസ് എം ആറിനെ ഇംഗ്ലീഷ് ഭാഷയുടെ അടിത്തറ എന്ന് പറയാൻ കാരണം? അതിൻ്റെ കാരണം ഈ ഭാഷ തുടങ്ങിയത് തന്നെ, ഈ ലാംഗ്വേജ് തുടങ്ങിയത് തന്നെ ഇവരെ വെച്ചാണ്. ഈസ് എം ആറിൽ നിന്നാണ് ഈ ഭാഷ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഈസ് എം ആറിനെ കുറിച്ച് ശരിക്കും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഇവിടെ ഒരു മനോഹരമായ ടേബിൾ കാണാൻ കഴിയും. ആദ്യം നമുക്ക് ഈ ടേബിളിലെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈസ് എം ആർ ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സെൻറ്റൻസുകൾ പറയാമെന്ന് നോക്കാം, ഇങ്ങനെ സംസാരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ ഈ ടേബിളിലെ ഒന്നാമത്തെ ബോക്സ് ആണ്, എന്ത് കോളമാണ്. ഇവിടെ കാണാൻ കഴിയും നമ്മുടെ പ്രധാനപ്പെട്ട കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ആണ്. ഒന്ന് പരിചയപ്പെടാം. ഐ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അല്ലെങ്കിൽ എനിക്ക്. യു എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ. ദേ, അവർ. അതുപോലെ വി, ഞങ്ങൾ. ഹി, അവൻ. ഷീ, അവൾ. അതുപോലെ മൈ ഫാദർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ, എൻ്റെ അച്ഛൻ. ഇതുപോലെ എത്രയും മെമ്പേഴ്സ് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇതിനെ സബ്ജക്റ്റ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ഇതിനെ നമ്മൾ സബ്ജക്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സബ്ജക്റ്റ്. അതുപോലെ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കോളം ബോക്സ് എന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് കാണാം ഈസ് എം ആർ. എന്താണ് ഈസ് എം ആർ? ഈസ് എം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്നർത്ഥം. ആണ് എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നർത്ഥം. ആകുന്നു. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഈസ് എം ആറിന് ഒരു കോമൺ ഒരു പേരുണ്ട്. എന്താ പറയുക? ബി എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്താ പറഞ്ഞേ? ബി എന്ന പേരിലാണ് ഈസ് എം ആറിന് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എന്ത് വന്നത്? ഈസ് വന്നതും എം വന്നതും അതുപോലെ ആർ വന്നതും. ഓഹോ, അങ്ങനെയാണല്ലേ? യെസ്, തീർച്ചയായിട്ടും. എന്താണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എം ആർ ആണ്. ഈസ് എം ആറിൻ്റെ യഥാർത്ഥ പേരാണ് എന്ത്? ബി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാണ്, ഈസ് എം ആറിൻ്റെ പാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാലും, അതുപോലെ ബി എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ പാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാലും സെയിം ആണ്. മനസ്സിലായി? ഈസ് എം ആറിൻ്റെ പാസ്റ്റ് എന്താണെന്ന് ചോദിക്കുന്ന തുല്യമാണ് എന്ത്? ബി എന്ന് പറയുന്ന വേർഡിൻ്റെ പാസ്റ്റ് ഫോം. കാരണം ബി എന്ന് പറഞ്ഞാൽ ഈസ് എം ആർ ആണ്. ഈസ് എം ആർ ആണ് ബി, ബി ആണ് ഈസ് എം ആർ. ക്ലിയർ? അപ്പോൾ അതുപോലെ ഈസ് എം ആറിന്റെ പാസ്റ്റ് ഫോം ആണ് വാസ് വർ, ആയിരുന്നു. അതുപോലെ അതിന്റെ ഫ്യൂച്ചർ ആണെന്ത്? വിൽ ബി, ആകും. അല്ലെ? എന്താണ് വിൽ ബി? ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടറാണ്. അതിന്റെ പാസ്റ്റ് ആണെന്ത്? ഹി വാസ് എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടർ ആയിരുന്നു. ഇനി ഫ്യൂച്ചർ ആണെന്ത്? ഹി വിൽ ബി എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടർ ആകും. അവൻ നന്നായി പഠിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഹി വിൽ ബി എ ഡോക്ടർ. അവനൊരു ഡോക്ടർ ആകും. നന്നായി. ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഈസ് എം ആറിൽ ഈസ് തീർച്ചയായിട്ടും ഒരാളാണെങ്കിൽ ഉപയോഗിക്കും, അല്ലേ? അതുപോലെ അതിന് കൂടെ എം ഉപയോഗിക്കണം. ആരാണെങ്കിലോ യു ആർ, വി ആർ, പ്ലൂറൽ ഫോം ആണെങ്കിൽ, അല്ലേ? ദേ ആർ. ഇനി ഇവിടെയുണ്ട് രണ്ടെണ്ണം. വാസ് വേർ. വാസ് നമ്മൾ ഉപയോഗിക്കും സിംഗുലർ, അല്ലേ? ഷീ വാസ്, ഹി വാസ്. അതിൻ്റെ കൂടെ ഒന്ന് ഉപയോഗിക്കാം. വാസ് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ വേറാണെങ്കിലോ യു വേർ ആബ്സെന്റ്, അല്ലെങ്കിൽ യു വേർ എ ഡോക്ടർ. അതുപോലെ വി വേർ, ദേ വേർ എന്ന് പറയും. വിൽ ബി അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ആകെ ഒന്നേ ഉള്ളൂ, അത് ഉപയോഗിക്കണം. ഹി വിൽ ബി, വി വിൽ ബി എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ബോക്സ് ആണ് എന്ത്? ഒരു ചെറിയ ബോക്സ് ആണ്. എ അതുപോലെ എൻ, ഈ രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. എന്ത്? ഒന്ന് അല്ലെങ്കിൽ ഒരു എന്ന് പറയാം. അപ്പം നമ്മൾ പറയാറില്ലേ, ഷീ ഈസ് എ ഡോക്ടർ. ഷീ ഈസ് എ ഡോക്ടർ. ക്ലിയർ? ഇനി നമ്മുടെ നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു ബോക്സ് ആണ് എന്ത്? അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ്? എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാം. എന്താ പറഞ്ഞ്? ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വസ്തുവെക്കുറിച്ച് എക്സ്ട്രാ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് വേർഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ആ വേർഡ്സുകളൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അഡ്ജക്റ്റീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഒന്നുകൂടി പറയാണ്. എന്താണ്? ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച്
എക്സ്ട്രാ കാര്യങ്ങൾ, എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേർഡ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വേർഡ്സുകളൊക്കെ അഡ്ജക്റ്റീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആരും നോക്കിയാലോ, ഇവിടെ കുറച്ച് അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് അല്ലേ, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ബുക്കിലെ 12ാമത്തെ പേജിൽ ഒരുപാട് എന്ത് കൊടുത്തിട്ടുണ്ട്, അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. ഇനി നമ്മുടെ ഒന്നാമത്തെ അഡ്ജക്റ്റീവ് ആണ് ഗുഡ് അല്ലെങ്കിൽ നൈസ് എന്ന് പറഞ്ഞാൽ നല്ല എന്നർത്ഥം, നല്ല. ഓക്കെ, അതുപോലെ സക്സസ്ഫുൾ, വിജയകരമായ അല്ലെങ്കിൽ വിജയിച്ച എന്ന് പറയും അല്ലേ, സക്സസ്ഫുൾ പേഴ്സൺ പറയാറില്ലേ, വിജയകരമായ അല്ലെങ്കിൽ വിജയിച്ച വ്യക്തി എന്ന് പറയാം. ഇന്റലിജൻസ്, ബുദ്ധിശാലിയായ. കോൺഫിഡൻസ്, ആത്മവിശ്വാസമുള്ള, കോൺഫിഡൻറ്റ്. ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനിയായ, ഹാർഡ് വർക്കിംഗ്. അതുപോലെ ഓണസ്റ്റ്, സത്യസന്ധമായ. ടാലന്റഡ്, പ്രതിഭാശാലിയായ എന്ന് പറയും. അതുപോലെ സപ്പോർട്ടീവ്, പിന്തുണയുള്ള. അതുപോലെ ലേസി, മടിയനായ. ക്ലിയർ? ഇതാണ് നമ്മുടെ 4ാമത്തെ ബോക്സ്. ഇനി നമ്മുടെ 5ാമത്തെ ബോക്സിനെ പരിചയപ്പെടാം. അതാണ് നൗൺ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. നൗൺ, നാമം. പേഴ്സൺ, വ്യക്തി. മാൻ, മനുഷ്യൻ. വുമൺ, സ്ത്രീ. ഫാദർ, മദർ, ബോയ്. സ്റ്റുഡൻറ്, ടീച്ചർ, ഡോക്ടർ, നഴ്സ്, ബിസിനസ് മാൻ, ഹോം മേക്കർ. എന്താണ് ഹോം മേക്കർ? ഹോം മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വൈഫ്. ഇതിന് ഒരു അഡ്വാൻസ് ലെവലിൽ ഒരു പേരുണ്ട്, അതാണ് ഹോം എക്സിക്യൂട്ടീവ് എന്ന് പറയാം. ഹോം എക്സിക്യൂട്ടീവ് എന്ന് പറയും. ക്ലിയർ? ഡ്രൈവർ, അതുപോലെ ഫാർമർ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ബോക്സിനെയും ഈ ടേബിളിനെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാം, ഹൗ കൻ വി മേക്ക് എ ബ്യൂട്ടിഫുൾ സെന്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈസ് എം ആർ. ഈസ് എം ആർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വളരെ മനോഹരമായ സെന്റൻസുകൾ ഉണ്ടാക്കാം നോക്കാം. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ് എന്ത്, ഈസ് എം ആറിന്റെ കൂടെ നൗണ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്. എന്താ പറഞ്ഞാൽ ആദ്യം നമുക്ക് നൗൺ മാത്രം ഉപയോഗിക്കാം, അവരുടെ കൂടെ ഈസ് എം ആറിന്റെ കൂടെ. എങ്ങനെ നോക്കാം? എനിക്ക് പറയണം, ഇപ്പോൾ നമ്മൾ തൽക്കാലം അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നില്ല, ആദ്യം നമ്മൾ നൗൺ മാത്രം. ഓക്കെ, അപ്പോൾ നൗൺ മാത്രം ഉപയോഗിക്കുമ്പോൾ ഇത് വന്നിരിക്കണം. അത് കാരണം അറിയോ, ഈ എ അതുപോലെ എൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നൗണിന് വേണ്ടിയാണ്. നൗൺ ഉണ്ടെങ്കിൽ, സെന്റൻസിൽ നിങ്ങൾ നൗൺ ഉണ്ടെങ്കിൽ, നൗൺ പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കണം. ഓക്കെ, അത് മറക്കരുത്. ഇനി നൗൺ ഉപയോഗിക്കുന്നില്ലെങ്കിലോ ഇതിൻ്റെ ആവശ്യമില്ല. ക്ലിയർ? ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഞാൻ പറയാണ്, എൻ്റെ ഫാദർ, എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണെന്ന് പറയണം. എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്. അപ്പം പറയാം, അപ്പം എൻ്റെ അച്ഛൻ, മൈ ഫാദർ ഈസ്, അല്ലേ, മൈ ഫാദർ ഈസ് എ പറയണം, മറക്കരുത്. മൈ ഫാദർ ഈസ് എ ഡോക്ടർ. മൈ ഫാദർ ഈസ് എ ഡോക്ടർ. ഇങ്ങനെ പറയരുത്. ഇങ്ങനെ മൈ ഫാദർ ഈസ് ഡോക്ടർ, അത് തെറ്റാണ്. കാരണം ഡോക്ടർ നൗൺ ആണല്ലോ, അല്ലേ, സിംഗുലർ നൗൺ അല്ലേ. അപ്പോൾ സിംഗുലർ നൗൺ ഉപയോഗിക്കുമ്പോൾ അതിന് കൂടെ എന്ത് ഉപയോഗിക്കണം? ആർട്ടിക്കിൾ ഉപയോഗിക്കണം. മൈ ഫാദർ ഈസ് എ ഡോക്ടർ, എ മറക്കരുത്. ക്ലിയർ? ഇനി പറയണം, എൻ്റെ ഫാദർ ഡോക്ടർ ആയിരുന്നു എന്ന് പറയണം. അപ്പോൾ പറയാം, മൈ ഫാദർ, അപ്പോൾ ഈസ് അല്ല ഉപയോഗിക്കുക, അത് ഉപയോഗിക്കണം, മൈ ഫാദർ വാസ് എ ഡോക്ടർ. നിങ്ങൾക്കറിയോ, എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. മൈ ഫാദർ വാസ് എ ഡോക്ടർ. ഇനി പറയണം എന്ത്, എൻ്റെ ഫാദർ ഡോക്ടർ ആകുമെന്ന് പറയണം. പറയാം, മൈ ഫാദർ വിൽ ബി എ ഡോക്ടർ. എൻ്റെ അച്ഛൻ ഒരു ഡോക്ടർ ആകും. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചില്ല? നമ്മൾ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഒരു ടീച്ചറാണെന്ന് പറയണം. ഞാൻ ഒരു ടീച്ചറാണ്. പറയാം, അതിൻ്റെ കൂടെ ആം, ഐ ആം എ ടീച്ചർ, അല്ലേ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ. ഇനി എനിക്ക് പറയണം, ഞാൻ ഒരു ടീച്ചർ ആയിരുന്നു എന്ന് പറയണം. പറയാം, ഐ വാസ് എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ. അപ്പോഴും വന്നിരിക്കണം. ഐ വാസ് ടീച്ചർ എന്ന് പറയരുത്. എങ്ങനെ? ഐ വാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഐ വാസ് എ ടീച്ചർ. ടീച്ചർ എന്ന് പറയുന്നത് നൗണാണ്. സിംഗുലർ നൗൺ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് വരണം? തീർച്ചയായിട്ടും ആർട്ടിക്കിൾ വന്നിരിക്കണം. ക്ലിയർ? ഇനി എനിക്ക് പറയണം, ഞാൻ ഒരു ടീച്ചർ ആകുമെന്ന് പറയണം. പറയാം, ഐ വിൽ ബി എ ടീച്ചർ. ഞാൻ ഒരു ടീച്ചർ ആകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചു? നമ്മൾ ഈസെമറിൻ്റെ കൂടെ അല്ലെങ്കിൽ വാസ്വറിൻ്റെ കൂടെ നൗൺ മാത്രം ഉപയോഗിച്ചു. ഇനി അടുത്താണ്, നമ്മൾ നൗൺ ഉപയോഗിക്കുന്നില്ല. നൗൺ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതും ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, അത് മനസ്സിലാക്കണം. ഇനി നമ്മൾ ഈസെമറിൻ്റെ കൂടെ എന്താണ്? അഡ്ജക്റ്റീവ് മാത്രം ഉപയോഗിക്കാൻ പോകണം. ഓക്കെ, ഞാൻ പറയാണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഫാദർ. ഓക്കെ, എൻ്റെ ഫാദർ നല്ല, അല്ലെങ്കിൽ എൻ്റെ ഫാദർ കഠിനാധ്വാനിയാണെന്ന് പറയണം. എൻ്റെ ഫാദർ കഠിനാധ്വാനിയാണെന്ന് പറയണം. എന്ന് പറയാം, മൈ ഫാദർ ഈസ് ഹാർഡ് വർക്കിംഗ്.
എന്താണ്? മൈ ഫാദർ ഈസ് ഹാർഡ് വർക്കിംഗ്. ഇവിടെ എ കൊണ്ടുവരുന്നത് എങ്ങനെ? മൈ ഫാദർ ഈസ് എ ഹാർഡ് വർക്കിംഗ് എന്ന് പറയരുത്. കാരണം എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത് നൗണിന് വേണ്ടിയാണ്. നൗൺ ഉണ്ടോ ഇത് ഉപയോഗിക്കാം, നൗൺ ഇല്ലെങ്കിലോ പിന്നെ ഇത് ഉപയോഗിക്കരുത്. നേരെ അഡ്ജക്റ്റീവ് മാത്രം പറയാം. ഓക്കെ, ഇനി ഞാൻ പറയാണ്, യെസ്, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ കാര്യം ചെയ്യും. എനിക്കറിയാം നിങ്ങൾ ഡോക്ടറാണെന്ന് അറിയാം, അല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങൾ ടീച്ചറാണെന്ന് അറിയാം. നിങ്ങൾ അതൊഴികെ അത് പോട്ടെ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ 5 ക്വാളിറ്റീസ് പറയും. 5 ക്വാളിറ്റീസ്. അപ്പോൾ നിങ്ങൾ പറയാണ്, ഓക്കെ, നിങ്ങൾ പറയാണ്, സർ, ഐ ആം സക്സസ്ഫുൾ. എന്താണ്? ഐ ആം സക്സസ്ഫുൾ. ഞാൻ എന്താണ്? വിജയകരമായി, ഞാൻ വിജയിച്ചവനാണ്. ഞാൻ വിജയിച്ചവനാണ്. ഒന്നായി. ഓക്കെ, ഏതും പറയാവുന്നതാണ്. അതുപോലെ ഐ ആം ഇൻ്റലിജൻസ്. ഐ ആം ഇൻ്റലിജൻറ്റ് എന്നർത്ഥം ഞാൻ ബുദ്ധിശാലിയാണ് എന്നായി, അല്ലേ? ഐ ആം ഇൻ്റലിജൻറ്റ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇത് ചേർക്കരുത് കേട്ടോ, ഇത് ചേർക്കരുത്. ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് നൗണിന് വേണ്ടിയാണ്, ഇത് മറക്കരുത്. അപ്പോൾ ഒന്ന് എന്താ പറഞ്ഞ്? ഐ ആം സക്സസ്ഫുൾ, അല്ലെങ്കിൽ മൈ ഫാദർ ഈസ് സക്സസ്ഫുൾ. എൻ്റെ ഫാദർ വിജയിച്ചവനാണ്. അതുപോലെ ഐ ആം ഇൻ്റലിജൻസ്, രണ്ടാമതാണ് ഞാൻ നല്ല അല്ലെങ്കിൽ ഞാൻ ബുദ്ധിശാലിയാണ്. നിങ്ങൾക്ക് ഈ ഒരു അഡ്ജക്റ്റീവ് ഉണ്ടല്ലോ, ഇതിന് മുന്നേ വേണമെങ്കിൽ ഇതും ചേർക്കാവുന്ന കേട്ടോ. വെരി ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ട്, ഒന്ന് ഊന്നി പറയാം. ഇങ്ങനെ ഞാൻ പറയാണ്, ഐ ആം വെരി സക്സസ്ഫുൾ, ഐ ആം വെരി ഇൻ്റലിജൻസ്, മൈ ഫാദർ ഈസ് വെരി കോൺഫിഡൻസ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് വെരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. എപ്പോഴാണ് ഉപയോഗിക്കുക? ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. ഓക്കെ, വെരി ഉപയോഗിക്കാം. സോ പറയാറുണ്ട്, ഐ ആം സോ സക്സസ്ഫുൾ, മൈ ഫാദർ ഈസ് സോ സക്സസ്ഫുൾ എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്താണ് എന്ത്? യെസ്, ഹാർഡ് വർക്കിംഗ്. ഐ ആം ഹാർഡ് വർക്കിംഗ്, ഞാൻ കഠിനാധ്വാനിയാണ്. അതുപോലെ ഐ ആം ഓണസ്റ്റ്. എന്താണ്? ഐ ആം ഓണസ്റ്റ്, ഐ ആം ഓണസ്റ്റ്, ഞാൻ എന്താണ്? സത്യസന്ധമാണ്, ഞാൻ സത്യസന്ധനായ ആളാണെന്നർത്ഥം. ഓക്കെ, ഐ ആം ഓണസ്റ്റ്. അടുത്താണ് ഷീ ഈസ് ടാലന്റഡ്, അല്ലെങ്കിൽ ഐ ആം ടാലന്റഡ്, ഐ ആം ടാലന്റഡ്. എന്താണ്? ഞാൻ പ്രതിഭാശാലിയാണ് എന്നർത്ഥം. അല്ലെങ്കിൽ ഷീ ഈസ് ടാലന്റഡ്, അവൾ പ്രതിഭാശാലിയാണ്. മൈ ഫാദർ ഈസ് ടാലന്റഡ്, എൻ്റെ ഫാദർ എന്താണ്? എൻ്റെ അച്ഛൻ പ്രതിഭാശാലിയാണെന്നായി. ഇനി അടുത്താണ് സപ്പോർട്ടീവ്. ഞാൻ പറയാണ്, എക്സ്ക്യൂസ് മീ, ഐ ആം സപ്പോർട്ടീവ്, ഐ ആം സപ്പോർട്ടീവ്. സപ്പോർട്ടർ അല്ല കേട്ടോ, ഐ ആം സപ്പോർട്ടർ, ഐ ആം സപ്പോർട്ടീവ്. എന്താണ്? ഞാൻ നല്ല പിന്തുണയുള്ളവനാണ് എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നായി. ഐ ആം സപ്പോർട്ടീവ്. മൈ പാരൻസ് ആർ സപ്പോർട്ടീവ്, ഷീ ഈസ് സപ്പോർട്ടീവ്, അവളെന്താണ്? സപ്പോർട്ടീവാണ്. ഹി ഈസ് വെരി അങ്ങനെ പറയാം, അങ്ങനെ വെരി, ഹി ഈസ് വെരി സപ്പോർട്ടീവ്, അവൻ വളരെ എന്താണ്? സപ്പോർട്ടീവാണ്, എല്ലാവരെയും നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ ലേസി പറയാം. ലേസി എന്ന് പറഞ്ഞാൽ മടിയനാണ്. ഷീ ഈസ് വെരി ലേസി, അവൾ വളരെ മടിയത്തിയാണെന്ന് പറയാം, അല്ലേ? അതുപോലെ ഐ ആം ലേസി, ഐ ആം വെരി ലേസി എന്നൊക്കെ പറയാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് 2 കാര്യങ്ങൾ പഠിച്ചു. എന്ത്? ഈസൈമാറിൻ്റെ കൂടെ നൗണ് മാത്രം ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അടുത്ത നമ്മൾ പഠിച്ചു എന്ത്? ഈസൈമാറിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് മാത്രം ഉപയോഗിക്കാം. അഡ്ജക്റ്റീവ് മാത്രം ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് വരാൻ പാടില്ല. ഇത് ആർട്ടിക്കിൾ വരാൻ പാടില്ല. ആർട്ടിക്കിൾ വന്നാൽ തെറ്റാണ്. കാരണം ഈ എല്ലോ ആൻ ആർട്ടിക്കിൾ, ഇതിന് ആർട്ടിക്കിൾ എന്ന് പറയാം. ഓക്കെ, ഈ എ അതുപോലെ ആൻ ഉപയോഗിക്കുന്നത് തന്നെ ആർക്കാണ്? നൗണിന് വേണ്ടിയാണ്. നൗണില്ലാതെ ഇത് ഉപയോഗിക്കരുത്, നൗണില്ലാതെ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? അഡ്ജക്റ്റീവിനെ, അല്ലേ, ഈസൈമാറിൻ്റെ കൂടെ അഡ്ജക്റ്റീവിനെ ഡയറക്റ്റ് ഉപയോഗിക്കാം. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്ജക്റ്റീവ് നൗണ് എല്ലാം ഒരുമിച്ച് പറയാം. എല്ലാ കാര്യവും ഒരുമിച്ച് പറയാം. എങ്ങനെ നോക്കാം? ഇവിടെ ഞാൻ പറയാണ്, എന്ത്? എനിക്ക് പറയണം, എൻ്റെ ഫാദർ ഒരു നല്ല വ്യക്തിയാണെന്ന് പറയണം. എൻ്റെ ഫാദർ ഒരു നല്ല വ്യക്തിയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ച് പറയേണ്ടി വരും. ഇങ്ങനെ, മൈ ഫാദർ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. എന്താ പറഞ്ഞ്? മൈ ഫാദർ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ, എൻ്റെ ഫാദർ ഒരു നല്ലൊരു വ്യക്തിയാണ്. ഇനി ഞാൻ അടുത്ത് പറയാണ്, അദ്ദേഹം അല്ലെങ്കിൽ അവൻ വിജയിച്ച അല്ലെങ്കിൽ വിജയകരമായ ഒരു ബിസിനസ്മാൻ ആണെന്ന് പറയണം. അത് പറയാം, ഹി ഈസ്, അല്ലേ, ഹി ഈസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ. എന്താ പറഞ്ഞ്? ഹി ഈസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ. ഇനി എനിക്ക് പറയണം, എന്ത്? ഞാൻ ബുദ്ധിശാലിയുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിശാലിയായ ഒരു ടീച്ചറാണെന്ന് പറയണം. ഐ ആം ആൻ ഇൻ്റലിജൻറ്റ് ടീച്ചർ എന്ന് പറഞ്ഞ് ഐ ആം ആൻ ഇൻ്റലിജൻറ്റ് ടീച്ചർ എന്നായി, അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത് ഈസ് ആം ആറിൻ്റെ കൂടെ നൗൺ മാത്രം ഉപയോഗിക്കാം,
അതുപോലെ ഇസെമറിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് മാത്രം ഉപയോഗിക്കാം. അതുപോലെ ഇസെമറിൻ്റെ കൂടെ എല്ലാതും ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ക്ലിയർ? ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, പറയാണ്. ഞാൻ ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾ ഒരു കഠിനാധ്വാനിയായ ഡോക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ കഠിനാധ്വാനിയായ ഒരു ഡ്രൈവർ ആയിരുന്നു എന്ന് പറയണം. ആയിരുന്നു പാസ്റ്റാണ്. അപ്പോൾ പറയാം യു, അല്ലേ? യു വേർ, ആയിരുന്നു പറയണം. യു വേർ എ ഹാർഡ് വർക്കിംഗ് ഇൻ ദ ഡ്രൈവർ. യു വേർ എ ഹാർഡ് വർക്കിംഗ് ഡ്രൈവർ. നിങ്ങൾ ഒരു നല്ല, അല്ലെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനിയായ ഒരു ഡ്രൈവർ ആയിരുന്നു. ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ, ഞാൻ അടുത്ത് പറയാണ് അവൻ. ഓക്കെ, അവൻ ഒരു പ്രതിഭാശാലിയായ എന്താണ്, ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയണം. അവൻ ഒരു പ്രതിഭാശാലിയായ സ്റ്റുഡൻ്റ് ആണെന്ന് പറയണം. അപ്പോൾ പറയാം ഹീ ഈസ്, അല്ലേ? ഹീ ഈസ് എ ടാലൻറ്റഡ് ബോയ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്. എന്താ പറയുക? ഹീ ഈസ് എ ടാലൻറ്റഡ് സ്റ്റുഡൻറ്റ്. ഹീ ഈസ് എ ടാലൻറ്റഡ് അവൻ ഒരു പ്രതിഭാശാലിയായ സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഈ ഒരു ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒരു 5-6 സെൻറ്റൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ കാര്യം മറക്കരുത്. ഇങ്ങനെ ഇസെമാറിൻ്റെ കൂടെ നൗണ് മാത്രം ഉപയോഗിച്ചൂടെ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ ഇസെമാറിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് മാത്രം ഉപയോഗിക്കാം. അഡ്ജക്റ്റീവ് മാത്രം ഉപയോഗിക്കുമ്പോൾ ആർട്ടിക്കിൾ കൂടെ ഉപയോഗിക്കരുത്. കാരണം ആർട്ടിക്കിൾ ഈ എൻ ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നൗണിന് വേണ്ടിയാണ്, മറക്കരുത്. ക്ലിയർ? അതുപോലെ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. അത് അഡ്ജക്റ്റീവും നൗണും ഒരുമിച്ചും നമുക്ക് എന്ത് ചെയ്യാം, വളരെ മനോഹരമായിട്ട് പറയാൻ കഴിയും. ക്ലിയർ? സോ താങ്ക് യു എവരിവൺ.